ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈസ്റ്ററിൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈസ്റ്ററിൻ്റെ ഡേ വ്ളോഗായിട്ടല്ല ചെയ്യുന്നത്, ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ്. മീൻസ് സാറ്റർഡേയും സൺഡേയും ഉൾപ്പെടുന്ന ഒരു വ്ളോഗായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച, നാളെ സൺഡേ ആണ് നമ്മുടെ ഈസ്റ്റർ. ഇന്ന് നമ്മുടെ ഈസ്റ്ററിന് ഞാൻ മന്തിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകണം. ഉണ്ടാക്കി വരുമ്പോൾ മന്തി ബിരിയാണി ആവുമ്പോൾ ഫ്രൈഡ് റൈസ് ആവുമെന്നൊന്നും അറിയില്ല. പിന്നെ ആടുജീവിതം ഞാൻ ഇന്ന് കാണാൻ പോകുന്നുണ്ട്. അങ്ങോട്ടാണ് ആദ്യം പോണേ, എന്നിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണേ. ഞാൻ ആടുജീവിതമൊക്കെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. ഞാനപ്പോൾ ബസ് ഇറങ്ങി തിയേറ്ററിലേക്ക് പോവാ. പക്ഷെ ഞാൻ ഓൾറെഡി ലേറ്റായി. ഇപ്പം 12 മണിക്കാണ് അവിടെ ഷോ തുടങ്ങണത്. നോക്കി നോക്കാം ഗൈസ്. ഞാൻ പടം കണ്ടിറങ്ങി. സൂപ്പർ പടമായിരുന്നു. മീൻസ് എനിക്കറിയില്ല, എനിക്ക് കരച്ചിൽ വന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. സാധാരണ എല്ലാവരും പറഞ്ഞ കരയുന്ന സൂപ്പർ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം അതിൽ അഭിനയിച്ച ഓരോരുത്തരും അത്രത്തോളം കഷ്ടപ്പാട് ചെയ്തിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. മരുഭൂമിയിൽ നിന്ന് അഭിനയിക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ആ പടം കാണാൻ ശ്രമിക്കാം. സൂപ്പർ പടം. ഓക്കെ, ഇനി എനിക്ക് ഈസ്റ്ററിന് മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകണം. മെയിനായിട്ടൊന്നുമില്ല, ചിക്കൻ വാങ്ങണം, പിന്നെ ബാസ്മതി റൈസും വാങ്ങണം. ബാക്കിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഗ്രോസറി വാങ്ങാൻ പോകാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു ഞാൻ പിന്നെ ബസ് കാത്തുക്കുക വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. ഇന്നത്തെ മിക്ക പരിപാടിയും കഴിഞ്ഞു. ചിലപ്പോൾ ഞാൻ ഇന്ന് മന്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ നാളെ ഈസ്റ്ററിൻ്റെ അന്ന് ഉണ്ടാക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ ദിവസമായി ഞായറാഴ്ച പുലർച്ചെ 3:30 ഇവിടെ. എനിക്ക് ഉറക്കമൊന്നും വരുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈസ്റ്ററിൻ്റെ കുക്കിങ് തീർത്ത് വയ്ക്കാമെന്ന്. പക്ഷെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലാവട്ടെ. അപ്പോൾ നമ്മൾ മന്തിയാണ് ഉണ്ടാക്കാൻ പോണേ. ഞാൻ ആദ്യമായിട്ടാണ് മന്തി ട്രൈ ചെയ്യണേ. അങ്ങനെ വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ കുറേ പേര് മന്തി വീട്ടിലുണ്ടാക്കി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നോക്കാം എന്താവുന്നു. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങാണ്. ഞാനൊരു നോർത്ത് ഇന്ത്യൻ മന്തി റെസിപ്പിയാണ് ഇവിടെ ഫോളോ ചെയ്യണേ. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ മസാലകളും അളവൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വാരി വെതറിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ മല്ലി, പിന്നെ പട്ട, പിന്നെ ബേ ലീവ്സ്, പിന്നെ ഉണക്കമുളക്, കുരുമുളക്, ഏലക്ക, അങ്ങനെ ജീരകം, അങ്ങനെ എല്ലാ മസാലകളും പാനിലിട്ട് നന്നായി ചൂടാക്കാം. എന്നിട്ട് ഇത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇവിടെ എനിക്ക് പൊടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ അരച്ചാണ് എടുത്തതാണ്. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു പാനിൽ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ളത് ഒഴിച്ച് നമ്മൾ ഈ പൊടിക്കാൻ ഉപയോഗിച്ച മസാലകളെല്ലാം ഉണ്ടല്ലോ അത് വീണ്ടും മീൻസ് നിങ്ങൾക്ക് ഇത് അളവിനനുസരിച്ച് നമ്മൾ ഒരു പാനിക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പട്ട, കരയാമ്പൂ, പിന്നെന്തുവാ, അങ്ങനെ എല്ലാ സംഭവങ്ങളും, ജീരകം, മല്ലി, കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സബോള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സബോളയാണ് യൂസ് ചെയ്തതാണ്. വീണ്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം. ഞാൻ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, എൻ്റെ കേസിൽ അരച്ച അരപ്പാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ അത് പൊടിയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് ആ സബോളയിലൊക്കെ ഒന്ന് നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ വേറൊരു പാനിൽ നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുക.
ഞാൻ എൻ്റെ ബസ്മതി റൈസിന്റെ വേവ് അനുസരിച്ച് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിയുടെ അനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം എൻ്റെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, മറക്കിരിക്കോ, ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ സബോളയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടാം. എന്നിട്ട് നന്നായി ഇളക്കി നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമ്മുടെ ചിക്കൻ, കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായി വേവിക്കാം. അതിനുശേഷം ഇങ്ങനെ കണ്ടില്ലേ നിങ്ങൾ, ആ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. എന്ന് വെച്ചാൽ ചിക്കൻ നമുക്ക് കഴിക്കാനല്ല കേട്ടോ, അപ്പം തന്നെ മാറ്റി വെച്ചിട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ആ സ്റ്റോക്കിലേക്ക് നമ്മൾ ബസ്മതി റൈസ് ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കാൻ വെക്കാം. എന്നുവെച്ചാൽ അധികം വേവരുത് ബസ്മതി റൈസ്. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് മാറ്റി വെച്ച ചിക്കനില്ലേ അതിലേക്ക് നമ്മുടെ ആ മസാലപ്പൊടിയിൽ നമ്മൾ മുന്നേ അരച്ച് വെച്ചത് അതിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് നന്നായി ചിക്കനിൽ അത് നന്നായി പിടിച്ചതിന് ശേഷം ഇത് ശരിക്കും ആ റെസിപ്പി അനുസരിച്ച്, ഞാൻ യൂട്യൂബിൽ കണ്ട റെസിപ്പി അനുസരിച്ച് നേരെ ആ ബസ്മതി റൈസിക്കാണ് ഇട്ട് കൊടുക്കണേ. പക്ഷെ എൻ്റെ കേസിലെങ്കിൽ ആ പൊടിയായിട്ട് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു അരപ്പായിട്ടാണല്ലോ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഫ്രൈയിങ് പാനിൽ ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ആ മസാല ആ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. ഇപ്പൊ നമ്മുടെ ബസ്മതി റൈസ് ഏകദേശം ഒന്ന് വെന്തില്ല എന്നുള്ളൊരു അവസ്ഥ എത്തണ ആ ടൈമിൽ ഒന്ന് നമ്മുടെ പാനൊന്ന് തുറന്ന് നമ്മുടെ ചിക്കൻ നമ്മൾ അതിലേക്ക് നന്നായി ഇട്ട് കൊടുത്ത് കുറച്ച് ചോറൊക്കെ അതിന്റെ മുകളിലേക്ക് ഒന്ന് തട്ടി ഒന്ന് സെറ്റ് ചെയ്യാൻ നമ്മൾ വെക്കാം. അപ്പൊ കുറച്ച് നേരം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക, ഏകദേശം ഒരു 10 മിനിറ്റോളം വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാമല്ലോ, ആ ടൈം അനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ നല്ല സൂപ്പർ മന്തി എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന റൈസ് റെഡി ആയി കിട്ടും. അങ്ങനെ എൻ്റെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല മണം മീൻസ് ആ മസാലയുടെ ഒക്കെ നല്ല രീതിയിലുള്ള മണം വരുന്നുണ്ടായിരുന്നു. ഇനി ഒരേ ഒരു പരിപാടിയുള്ള ഇത് കഴിക്കുക. അപ്പൊ ഗൈസ് ഞാൻ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം റെഡിയായി, ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ചെറുതായിട്ടൊരു പനിക്കോളുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ടൊന്നും ശരിയായിന്ന് വരില്ല. ആ പിന്നെ അതൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഞാൻ മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ല അത് മന്തിയാണോന്ന് ചോദിച്ചാ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയ, ഞാൻ വീട്ടിൽ അയച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു ഇതൊന്നല്ല മന്തി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനെ മന്തി എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടാ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കിനി ഈസ്റ്ററിന്റെ ഫുഡ് കഴിക്കാം. അതന്നെ കണ്ടിരുന്നു, നല്ല വെതറാണ് ഇവിടെ, വെയിലുണ്ട് അത്യാവശ്യം, നല്ല അത്യാവശ്യം കാറ്റുണ്ട്. ചൂടോട് കൂടിയുള്ള വെതറൊന്നുമല്ല. നാട്ടില് നല്ല ചൂടാന്ന് കേൾക്കുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാൻ പോവാം. ജസ്റ്റ് ഇവിടെ അടുത്ത് ഇങ്ങനെ ചെറി ബ്ലോസത്തിന്റെ ആ പൂവ് ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാ, അത് കാണിച്ചു തരാം. ഇനി അടുത്ത വ്ളോഗ് ഞാൻ എപ്പോഴും എടുക്കാന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ അത് കാണിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് കുറെ കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും. ഞാൻ അതും കൂടി കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മന്തി. ഇത് കണ്ടിട്ട് നമുക്ക് മന്തി മാതിരി തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ മന്തി കഴിക്കട്ടെ. ഞാൻ മന്തി പല വീഡിയോയില് നോക്കിയപ്പോ ചിലതില് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ചിലതില് ചുവന്ന നിറത്തിൽ ഇരിക്കുന്നുണ്ട്, ചിലതിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു സംശയം, ഞാൻ മന്തി കഴിച്ചിട്ട് കുറെ നാളുമായി, അതുകൊണ്ട് നീലാവട്ടെ. ഞാൻ മയോണൈസും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. നിങ്ങളും ഈസ്റ്റർ അടിച്ചു പൊളിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ വല്ല ആഘോഷമൊക്കെ വരുമ്പോഴാ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കാം. പിന്നെ വല്ല സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ വ്ളോഗ് എടുക്കണ ദിവസമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിയും പയറ്. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ നല്ല ജ്യൂസി ആണെന്ന് പറയണമെന്നുണ്ട് എനിക്ക്, പക്ഷേ ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്.
അയ്യോ ഞാൻ ചൂടാക്കിയില്ല, അതുകൊണ്ടാ. എനിക്ക് ചൂടാക്കാൻ എനിക്ക് വയ്യ. സാരില്ല. നമുക്ക് കുറച്ച് ചിക്കൻ, കുറച്ച് ചോറ്, കുറച്ച് മയോണൈസ് എടുക്കാം. മന്തിയുടെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചല്ല, പക്ഷെ ഇതെന്ത് സാധനമായാലും ടേസ്റ്റ് ഉണ്ട്. റൈസിലേക്ക് നമ്മൾ ആ സ്റ്റോക്കിൽ ഇട്ടിട്ടാണോ റൈസ് വേവിച്ച, ചിക്കനൊക്കെ വേവിച്ചെടുത്ത ആ സ്റ്റോക്കിലാണ് നമ്മൾ ഈ റൈസൊക്കെ വേവിച്ചത്. അതിന്റെ എല്ലാ ഫ്ലേവറും റൈസിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. മന്തിയുടെ ടേസ്റ്റ് അല്ല, മീൻസ് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മന്തിയുടെ ടേസ്റ്റ് ഒരിക്കലും അല്ല, പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കാൻ ചിക്കൻ ബിരിയാണിയേക്കാൾ എളുപ്പമാണ്. അധികം സാധനങ്ങളൊന്നും അരിയണ്ടല്ലോ. ആ കൂടി ഞാൻ അരിഞ്ഞത് എന്തൊട്ട് സവോളയാ, ബാക്കിയൊന്നും അരിഞ്ഞിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കണേക്കാൾ എളുപ്പം ഈ സാധനം ഉണ്ടാക്കാണ്. ഈ സാധനം മന്തി എന്നാണ് ഞാൻ പേരിട്ട് വിളിക്കുന്നത്. പറയൂ, അഭിപ്രായം എങ്ങനെയുണ്ട്? ഇറ്റ്സ് വെരി ഗുഡ്. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ദ റൈസ് ഇസ് വെരി വെരി യമ്മി. മന്തി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, വേറെന്തോ അതെ, ഫ്ലേവേർഡ് റൈസ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മിഡിൽ ഈസ്റ്റേൺ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മന്തിയുടെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. വെരി ടേസ്റ്റി. മുഖം കാണിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. ഇത് കണ്ട സമ്മറായ ഇവിടുത്തെ പിള്ളേരുടെ ഒക്കെ സന്തോഷം. ഈ പാർക്ക് നല്ല തിരക്കാവും ഇനി. നല്ല വെതറാട്ടാവും. അത്യാവശ്യം നല്ല വെയിലുണ്ട്, നേരത്തെ പറഞ്ഞ മാതിരി നല്ല കാറ്റുണ്ട്. ഈ വെയിലും കാറ്റില്ലാണ്ടായിരിക്കുന്ന അവസ്ഥ വരുമ്പോളാ ആൾക്കാർക്ക് ചൂടെടുത്ത് ചാവണം. ഇതാകുമ്പോൾ നമുക്ക് നടക്കാനുള്ള ആ വെയിലുണ്ട്, ചൂടെടുക്കാണ്ടിരിക്കാൻ കാറ്റും കിട്ടണുണ്ട്, രസമുണ്ട് നടക്കാനൊക്കെ. മക്കളെ വ്യൂ നോക്ക് മക്കളെ, എന്തൊരു ഭംഗിയ കാണാൻ. അവിടെ നിറച്ച് ഫോട്ടോഷൂട്ട് നടക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്ക് നോക്ക് നോക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ ചെറി ബ്ലോസം. ഇവിടെ ഈ ഏപ്രിൽ മന്ത്, ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ അവിടെ ചെറി ബ്ലോസംസ് ഇവിടെ ഇങ്ങനെ പൂത്ത് തുടങ്ങും. അപ്പം ആൾക്കാരൊക്കെ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഇവിടുത്തെ മെയിൻ പണി. എന്തൊരു ഭംഗിയല്ലേ. ഇവരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കണവരാണ്. കണ്ടാ എന്തൊരു ഭംഗിയാ. ഞാൻ അടിക്ക് കുറവട്ടം വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു അത്ഭുതം. കണ്ടോ ഈ പൂവ്, ഇതാണ് ചെറി ബ്ലോസം പൂവെന്ന് പറയണ. കണ്ടോ ഭംഗിയില്ലേ? കണ്ടോളൂ കണ്ടോളൂ, നല്ല രീതിയിൽ തന്നെ എല്ലാവരും കണ്ടോളൂ. എല്ലാവരും നിരത്തി ഫോട്ടോ എടുക്കല, ഫോട്ടോ റീലും. കണ്ടോ സൂപ്പറായിട്ടില്ലേ? മീൻസ് എൻ്റെ വീടിൻ്റെ അടുത്താട്ടാ. ഞാൻ ഒൻറ്റാരിയിൽ താമസിക്കുമ്പോൾ വാരിയിലൊന്നും ഈ സംഭവങ്ങളൊന്നും അധികം കാണാറില്ല. ടൊറൻറ്റോ ആ ഭാഗത്തേക്കൊക്കെ പോകണമായിരുന്നു. ഇത് വീടിൻ്റെ തൊട്ടടുത്താ. നല്ല രസമുണ്ടല്ലേ? ഇവരെ നോക്കിയാ എന്തൊരു ഭംഗിയാ. കണ്ടില്ലേ? ഇഷ്ടപ്പെട്ട? ഇതാണ് ഞാൻ പറഞ്ഞ ചെറി ബ്ലോസം. ഇനോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കി പൂക്കളൊക്കെ വീഴ്ത്താം. കണ്ട സൂപ്പറല്ലേ?
നല്ല രസമുണ്ടല്ലോ. എനിക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെ എടുക്കാമെന്നറിയില്ല. ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, ഈസ്റ്റർ സെലിബ്രേഷൻ, ഈസ്റ്റർ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈസ്റ്റർ വ്ളോഗ് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യു.